നമ്മളിന്നൊരു ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കും. രാവിലെ 8 മണിക്ക് നമ്മൾ 9 മണിയോട് കവടിയാറിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ വർണ്ണശബളമായ വിളംബര ജാഥയോടുകൂടി KSRTC ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന എക്സ്പോയ്ക്ക് തുടക്കം കുറിക്കുക. ഇങ്ങനെ എക്സ്പോ നടത്താൻ ചില കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം തന്നെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം കിട്ടി, ഓണത്തിന് ബോണസും കിട്ടാൻ പോകുക. ആ സന്തോഷം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പ്രവർത്തനത്തിൽ കാണിക്കാറുണ്ട്. കൃത്യമായി ശമ്പളം തന്നു തുടങ്ങിയതിനു ശേഷം നിങ്ങളുടെ പ്രവർത്തന മികവ് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ. ഞാൻ ഓരോ വാഹനത്തിൻ്റെയും കളക്ഷനും അതിൻ്റെ തട്ടലും മുട്ടലും എല്ലാം നേരിട്ട് അന്വേഷിക്കുന്ന ഒരാളാണ്. പ്രമോദ് ശങ്കർ CMD എന്ന നിലയിൽ ഞാൻ കൊടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി നടപ്പിലാക്കും. രാത്രി 2 മണിവരെ അദ്ദേഹം ജോലി ചെയ്യും. മാത്രമല്ല അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തോട് വലിയ സ്നേഹമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഈ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള ആ ഒരു ആദരവായിരിക്കാം നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ CMD പ്രമോദ് ശങ്കർ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നേരിട്ടാണ് ഇടപെടുന്നത്. നമ്മുടെ ബസ്സുകൾ മുടങ്ങാൻ പാടില്ല, ആ ബസ്സുകൾ കൃത്യമായി പോകണം. നമ്മുടെ ബസ്സുകൾ അപകടം ഉണ്ടാക്കാൻ പാടില്ല. ഒരു അപകട മരണം എന്ന് പറയുന്നത് KSRTCക്ക് 1 കോടി രൂപ, ഏറ്റവും മിനിമം 1 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകും. അപ്പൊ നമ്മൾ ഒരു സൈഡിൽ കൂടി നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ പ്രസ്ഥാനം എന്ന് വളരണം എന്ന് നിങ്ങൾ കൂടി ആഗ്രഹിക്കും. നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ അപകടങ്ങൾ കുറയ്ക്കണം, പരമാവധി യാത്രക്കാരെ വാഹനത്തിലേക്ക് പ്രവേശിപ്പിക്കണം, കൊണ്ടുപോകും. ഈ ഷോ നടത്തുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ ചിന്തിച്ചപ്പോൾ, എന്റെ പിതാവ് ഇതിന്റെ മന്ത്രിയായിരുന്നു, ഞാനും 2001 ഇതിന്റെ മന്ത്രിയായിരുന്നു. 1976 എന്റെ അച്ഛൻ ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. 2001 ഞാൻ ആദ്യമായി മന്ത്രിയാവുന്നതും ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. ഇതെന്റെ 2ാമത്തെ ടേണാണ്. ഞാൻ ആഗ്രഹിച്ചു, അപ്പോഴും ഞാൻ ചരിത്രം എടുക്കുന്നു ഓർത്ത് നോക്കിയപ്പോൾ എന്റെ ചരിത്രത്തിൽ എവിടെയും KSRTC ജീവനക്കാർ ഇന്ന് വരെ ഒരു ആഘോഷവും നടത്തുന്ന കണ്ടിട്ടില്ല. എന്നാൽ ഇത്തവണ ആഘോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പരിപാടി. ഇത് നിങ്ങളുടെ ആഘോഷമാണ്, നിങ്ങളുടെ ഓണാഘോഷമാണ്, നിങ്ങളുടെ KSRTCയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ആഘോഷമാണ്. ഇത് എല്ലാ വർഷവും ഈ ആഘോഷം കൊണ്ട് നന്നായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.